ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത AIS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. എന്താണ് നമ്മളുടെ രംഗരാജൻ സാർ ആരാ എഴുതിയിരിക്കുന്നത്? കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ച അല്ലെങ്കിൽ ഡിസ്കഷൻസ് കണ്ടുകൊണ്ട് പോകുന്നവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേരാണ് രംഗരാജൻ സാർ. ഹിന്ദു ദിനപത്രങ്ങളിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് വാർത്തകൾ വരുമ്പോൾ എഴുതുന്ന ഒരാളാണ്. ഇപ്പോൾ കറന്റ് നമ്മളുടെ മുൻ RBI ഗവർണർ ആയിരുന്ന, ഇപ്പോൾ കറന്റ് മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഒരാളാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് ഇദ്ദേഹം നടത്തുന്ന പല ആർട്ടിക്കിളുകളും വരുന്നത്. മുന്നേയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ അതിനെ കുറിച്ചിട്ടാണ്. സോ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഒരു ഡിസ്കഷൻ ആണ്. ബേസിക്കിൽ നിന്ന് മാറിയിട്ട് അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഒരു ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ബേസിക് ഡിസ്കഷനിൽ എന്തൊക്കെയായിരുന്നു എക്കണോമിക്സിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു നമ്മളുടെ ബേസിക് ലെവൽ ഡിസ്കഷൻ? എന്താണ് GDP, എന്താണ് GVA, ഗ്രോസ് വാല്യൂ ആഡഡ്, റിയൽ GDP എന്താണ്, നോമിനൽ GDP എന്താണ്? സോ ഫസ്റ്റ് പാരാഗ്രാഫിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. GDPയുടെ ഡാറ്റാസ്, ദെൻ GVAയുടെ ഡാറ്റാസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. ദെൻ ചിലപ്പോൾ സെക്കൻഡ് പാരാഗ്രാഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകാനായിട്ടുള്ള ചാൻസുകളുണ്ട്. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട് ഗ്രോത്ത് പൊട്ടൻഷ്യൽ അളക്കുന്നതിന് വേണ്ടിയിട്ട്. സോ അതിലേക്ക് നമുക്ക് വരാം, ആ ഒരു ഡിസ്കഷനിലേക്ക് നമുക്ക് വരാം. സോ അവിടെ നിങ്ങളുടെ ബേസിക് ക്ലാരിറ്റി, ക്ലാസ് റൂമുകളിലുള്ള നിങ്ങളുടെ ക്ലാരിറ്റി ഏറ്റവും ആദ്യം കറക്റ്റ് ആക്കി വെക്കുക. എന്താണ് GDP, എന്താണ് GVA, എന്താണ് റിയൽ GDP, എന്താണ് നോമിനൽ GDP. ഈ കാര്യങ്ങൾ ക്ലിയർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡിസ്കഷനിലേക്ക് വരാം. ഓക്കെ, അതിനു മുൻപ് ഞാൻ നിങ്ങൾക്കൊരു ചോദ്യം കാണിക്കാനായിട്ട് പോവുകയാണ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ടേം ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഓഫ് എ ഫേം ഇൻ ഇന്ത്യ? ഒരു ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് അതിന് ഇന്ത്യൻ ഫേംസിലുള്ള എന്താണ് ഇമ്പോർട്ടൻസ് എന്താണ് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇത് പെർട്ടിക്കുലർലി നമ്മൾ ഈ ആസറ്റ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു മാക്രോ എക്കണോമിക്സ് ലെവലിൽ വരുന്ന ഒരു ഡിസ്കഷൻ അല്ല. പകരം 2021 20 ചോദിച്ചൊരു PYQ ആണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. എന്തായിരിക്കും ഈ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ UPSC ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം? പെർട്ടിക്കുലർലി നോക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സിൽ നിങ്ങളൊരു 4th സെമസ്റ്റർ ആൻഡ് 5th സെമസ്റ്ററിലൊക്കെ പഠിക്കുന്നത്, ഞാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും. നമ്മൾ മാനേജീരിയൽ അക്കൗണ്ടിങ് ഒക്കെ പഠിക്കുമ്പോൾ അക്കൗണ്ടിങ് ഒരാൾ ഒരു കമ്പനി നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ കമ്പനി പ്രോഫിറ്റബിൾ ആണോ അല്ലയോ, നിങ്ങളൊരു കമ്പനി വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. ആ കമ്പനി വാങ്ങിക്കുമ്പോൾ അത് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ബാങ്കുകൾ കടം കൊടുക്കുമ്പോൾ പ്രോഫിറ്റബിലിറ്റി ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, ഇവർ കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കുമോ എന്നൊക്കെ നോക്കാനായിട്ട് നമ്മൾ ഡിഫറെന്റ് ടൂൾസുകൾ യൂസ് ചെയ്യും. ഡെപ്റ്റ് കവറേജ് റേഷ്യോ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, അങ്ങനെയുള്ള ടൂൾസുകളാണ് മാനേജീരിയൽ അക്കൗണ്ടിങ്ങുകളിൽ യൂസ് ചെയ്യുന്ന ടൂളുകളെയാണ് ഇങ്ങനെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്നൊക്കെ പറയുന്ന ഒരു ടൂൾ. ഡിഫറെന്റ് ടൂൾസുകൾ ഉണ്ട് കേട്ടോ. ഓക്കെ, സോ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എടുത്ത് ചോദിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യത്തെ ചോദ്യം വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും. എന്നാൽ ഓപ്ഷനിലേക്ക് വന്നേ, നമ്മൾ ഈ ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്തിട്ട് നമ്മൾ ഡിസ്കഷനിലേക്ക് പോവുകയാണ്. ഓപ്ഷനിലേക്ക് വന്നേ. ഓപ്ഷനിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ദ പ്രസന്റ് റിസ്ക് ഓഫ് എ ഫേം ദാറ്റ് എ ബാങ്ക് ഈസ് ഗോയിങ് ടു ഗീവ് ലോൺ ടു. അതായത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. ഇൻട്രസ്റ്റ് കവറേജ് ചെയ്യാനായിട്ടുള്ള, ബാങ്കുകളിൽ നിന്നൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ഇൻട്രസ്റ്റ് എങ്കിലും കവറേജ് ചെയ്യാനായിട്ടുള്ള ഒരു കെൽപ്പുണ്ടോ ഈ കമ്പനിക്ക് എന്ന് ബാങ്ക് നോക്കുന്നതാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇൻട്രസ്റ്റ് എങ്കിലും അടച്ചു തീർക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പണം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചടച്ചു തീർക്കാനായിട്ട് പറ്റുമോ എന്ന് നോക്കുന്ന ഒരു ടൂളാണ് ഈ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. സോ ആ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ യൂസ് ചെയ്തുകൊണ്ട് ബാങ്കിന് പ്രസന്റ് റിസ്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ലേ? പ്രസന്റ് റിസ്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് എന്ന് എനിക്കൊരു തോന്നൽ വന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് റിസ്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു തോന്നൽ വന്നു. Then we move to second, എന്താണ് the second option. It helps in evaluating the emerging risk of a firm that a bank is going
ടു ഗീവ് ലോൺ ടു. എമർജിംഗ് റിസ്ക്. ഇവിടെ പലർക്കും സംശയം വരും. അതായത് പ്രസന്റ് റിസ്ക് എനിക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ബാലൻസ് ഷീറ്റിൽ നോക്കി കഴിഞ്ഞിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഒരു റിസ്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? എന്താ തോന്നുന്നത് നിങ്ങൾക്ക്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു ഭൂമി കുലുക്കം വരികയാണ്. നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ചു പോകുന്ന ഒരു കമ്പനിയായിരുന്നു. പെട്ടെന്ന് നിങ്ങൾ അവിടെ ഒരു മഴക്കെടുതി വന്നു, പെട്ടെന്ന് നശിച്ചുപോയി. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുമോ? ആ റിസ്ക് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റില്ല. ശരിയാണ്. പക്ഷേ ആ റിസ്കിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ എമർജിംഗ് റിസ്ക്. ഇവിടെ വെറും റിസ്ക് എന്നല്ല, അല്ലെങ്കിൽ എന്താണ് ഹൈലി റിസ്ക് എന്നല്ല പറഞ്ഞിരുന്നത്, എമർജിംഗ് റിസ്ക്. പോസിബിളി ഇനി നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിസ്കുകളെ, പോസിബിളി ഭാവിയിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള നോർമൽ റിസ്കുകളെ, എമർജിംഗ് റിസ്കുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് ഓപ്ഷനിൽ UPSC ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റുകളും എന്താണ്? ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റുകളും നമ്മളുടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് പോയിന്റുകളാണ്. Then we move to third option. Third, the higher a borrowing firm's level of interest coverage ratio, the worse its ability to service its debt. ഡെപ്റ്റ് സർവീസ് ചെയ്യാൻ, അതായത് ഹയസ്റ്റ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഉള്ള ഒരു ഫേം എന്ത് ചെയ്യുന്നു? വേഴ്സ്റ്റ് എബിലിറ്റി ആണെന്നാണ് പറയുന്നത്. അതായത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മളുടെ ബാങ്കുകൾക്ക് തിരിച്ചടയ്ക്കാനായിട്ടുള്ള പേയ്മെന്റുകളിൽ വേഴ്സ്റ്റ് ആണ്, അല്ലെങ്കിൽ ബാങ്കുകൾക്ക് തിരിച്ചടയ്ക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി അവർക്ക് ഇല്ല എന്നാണ് കാണിക്കുന്നത്. അങ്ങനെയല്ല. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് പണം തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പൊ സിബിൽ സ്കോർ എന്ന് നിങ്ങൾ പറയും. സിബിൽ സ്കോർ കൂടിയാൽ എന്താ സംഭവിക്കുന്നത്? സിബിൽ സ്കോർ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്കുകൾക്ക് തിരിച്ചടയ്ക്കാനായിട്ട് പറ്റും എന്ന് ബാങ്കുകൾക്ക് മനസ്സിലാവും. അതുപോലെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബാങ്കുകൾക്ക് തിരിച്ച് അടയ്ക്കാനായിട്ട് പറ്റും എന്ന് ബാങ്കുകൾ മനസ്സിലാക്കുന്നത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയിൽ കൂടിയാണ്. ഓക്കെ, സോ തേർഡ് സ്റ്റേറ്റ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വിൽ ഗോ. സോ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. സോ നിങ്ങൾ എന്തിൽ നിന്ന് പിക്ക് ചെയ്യണം? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്താണെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് വരണം. ആ സമയത്ത് എങ്ങനെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു വാക്കാണ്, അല്ലെങ്കിൽ അത് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു എക്കോണമിക് ടേം ആണെങ്കിൽ എങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും? അവിടെയാണ് നിങ്ങൾ ആ ഒരു ഡെഫിനിഷനിൽ നിന്ന് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഇസ് സംതിങ്, എന്തോ രണ്ട് കാര്യങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് റേഷ്യോ. ഓക്കെ, റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A/B 3:2. അതിനെയല്ലേ നമ്മൾ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും റേഷ്യോ ഒന്ന് പഠിച്ചിരിക്കുന്നത്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഇൻട്രസ്റ്റ് കവർ ചെയ്യുന്നതിനുള്ള എന്തോ ഒരു റേഷ്യോയാണ്. അത്രയും മനസ്സിലാക്കിയാൽ തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്നും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ നിന്നും തേർഡ് സ്റ്റേറ്റ്മെന്റിൽ നിന്നും നമുക്ക് ആൻസറിലേക്ക് എത്താം. തേർഡ് സ്റ്റേറ്റ്മെന്റ് പെർട്ടിക്കുലർലി ആൻസറിലേക്ക് എത്താമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്താണ്, നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു മൈൻഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇയാൾ എന്തിനാണ് ഇവിടെ ഈ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോനെ കുറിച്ച് പറഞ്ഞത് എന്നാണ് പലരും ചിന്തിച്ചിട്ടുണ്ടാവുക. ഇവിടെ ഗ്രോത്ത് പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ട് പറഞ്ഞു. ആ സമയത്ത് എന്തിനാണ് ഇയാൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എടുത്തിട്ടുള്ളത്? അവിടെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ റേറ്റ് ആൻഡ് ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. പേടിക്കേണ്ട, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സെക്കൻഡ് പാരാഗ്രാഫ് ആണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിലാവും. അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിടുക്കും, എക്കണോമിക്സ് നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സംഗതി അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ ലീവ് ചെയ്യാം. സോ അതിനിടവരേണ്ട. എന്താണ് ഇത് രണ്ടെന്ന് ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം. അതായത് GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അതിന്റെ ഫുൾ ഫോം എനിക്കറിയാം എന്നാണ് നിങ്ങളിപ്പോ മനസ്സിൽ വിചാരിച്ചത് അല്ലെ? സോ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്ത ആഭ്യന്തര ഉൽപാദനം. അതിന്റെ മലയാളവും എനിക്കറിയാം സാറേ, സാറ് കാര്യം പറയൂ എന്നായിരിക്കും നിങ്ങൾ വീണ്ടും മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. സോ ഒരു രാജ്യത്ത് മൊത്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? GDP എന്ന് പറയുന്നത്. എന്നാൽ ഈ സാധനങ്ങൾ ഡിഫറെന്റ്, ഈ ഗുഡ്സ്, ഈ സർവീസസുകൾ ഡിഫറെന്റ് കാര്യങ്ങൾക്ക് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാലോ. ഫോർ എക്സാമ്പിൾ, നമുക്കത് കൺസ്യൂം ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ഇല്ലേ? സാധാരണ ആളുകൾ കൺസ്യൂം ചെയ്ത് തീർക്കും.
അതേപോലെ ക്യാപിറ്റൽ ഫോം ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ക്യാപിറ്റൽ ഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം? ക്യാപിറ്റൽ ഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിലെ GDP എടുക്കുമ്പോൾ ഈ ക്യാപിറ്റൽ ഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്ത GDP കൂടിയിട്ട് നമ്മളുടെ എന്തായിട്ട് മാറും? അഡീഷണൽ GDP ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 1,00,000 രൂപ നിങ്ങൾക്ക് ശമ്പളവും കിട്ടി. 1,00,000 രൂപ ശമ്പളം കിട്ടി. നിങ്ങൾ 1,00,000 രൂപയും അടിച്ചു പൊളിച്ച് അങ്ങോട്ട് തീർത്തു. അടുത്ത വർഷം ആവുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും 1,00,000 രൂപ ശമ്പളം കിട്ടും. എന്നാൽ ബുദ്ധിയുള്ള ഒരാൾ എന്ത് ചെയ്തു? 1,00,000 രൂപ കിട്ടി. അതിൽ നിന്ന് ഒരു 20,000 രൂപയ്ക്ക് അദ്ദേഹം ചെലവഴിച്ചു. സിനിമ കണ്ടു, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോയി, ദെൻ നാടക ചുറ്റിക്കറങ്ങി. ദെൻ ബാക്കി 80,000 രൂപയും ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഇദ്ദേഹം ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു. സോ അദ്ദേഹത്തിന് കിട്ടിയ പൈസയിൽ നിന്ന് 80% എന്ത് ചെയ്തു? ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ എന്ത് പറ്റും? അദ്ദേഹത്തിന് നോർമലി കിട്ടുന്ന 1,00,000 രൂപ സാലറി കിട്ടും. എന്നാൽ ഈ 80,000 രൂപയിൽ നിന്ന് അദ്ദേഹത്തിന് റിട്ടേൺ കിട്ടില്ലേ? സോ അദ്ദേഹത്തിന്റെ വരുമാനം, ടോട്ടൽ വരുമാനം എത്രയായി? ആദ്യം കിട്ടിയ 1,00,000 രൂപ, അദ്ദേഹത്തിന് നോർമലി സാലറി കിട്ടുന്ന 1,00,000 രൂപയുണ്ട്. അത് കൂടാണ്ട് എന്താണ്? 80,000 രൂപയ്ക്ക് അദ്ദേഹത്തിന് പലിശയും കിട്ടി. സോ അഡീഷണൽ ഇൻകം അവിടെ ജനറേറ്റ് ചെയ്തു. ഇത് തന്നെയാണ് മാക്രോ എക്കോണമിക് ലെവലിൽ സ്റ്റേറ്റുകളുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. സ്റ്റേറ്റുകൾ GDP ഇൻട്രൊഡ്യൂസ് ചെയ്തു. എക്കോ വരുന്നുണ്ടോ? സോ GDP ഇൻട്രൊഡ്യൂസ് ചെയ്തു. GDP ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറ്റുക? മൊത്തം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം കൺസ്യൂം ചെയ്യുന്നതിന് പകരം നമ്മൾ ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റിവെച്ചു. അങ്ങനെ മാറ്റിവെച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? അത് ഗ്രോത്ത് പൊട്ടൻഷ്യലിലേക്ക് ലീഡ് ചെയ്യും. അല്ലെ, നെക്സ്റ്റ് ഇയർ GDPയിലേക്ക് അഡ്രസ് ചെയ്യുന്നത് ഈ ക്യാപിറ്റൽ ഫോർമേഷൻ ആയിരിക്കും. ഓക്കെ, സോ ഒരു വർഷം നമ്മൾ ഉൽപ്പാദിപ്പിച്ച എമൗണ്ടിന്റെ എത്ര ശതമാനം നമ്മൾ ക്യാപിറ്റലിലേക്ക് മാറ്റി വെച്ചു എന്ന് തീരുമാനിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ റേറ്റ്. മനസ്സിലായോ? ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ റേറ്റ്. സോ ക്യാപിറ്റൽ പ്രൊഡക്ട്സുകളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രൊഡക്ട്സുകളിലേക്ക് നമ്മൾ മാറ്റിവെച്ച GDPയുടെ ശതമാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ GDPയുടെ എത്ര ശതമാനമാണ്? ഏകദേശം ഒരു 33-34% നമ്മളുടെ ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇതൊരു 37% ഉയർത്തി കഴിഞ്ഞാൽ ബെസ്റ്റ് ആണ്. സോ എക്കണോമിക്സിൽ മെയിൻസ് ആൻസർ റേറ്റിംഗ് എഴുതുമ്പോൾ ഒരു സജഷൻ ആയിട്ട് കൊടുത്തൂടെ? ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ റേറ്റ് ഷുഡ് ഇൻക്രീസ് ഫ്രം 34% to 37%. That will lead to additional potential growth എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിൾ നമുക്ക് ആഡ് ചെയ്തൂടെ? നമുക്ക് ആഡ് ചെയ്യാം. Then the second one is incremental capital output ratio. എന്തിനാണ് ഇത് ഞാൻ പറഞ്ഞതെന്ന് ഞാൻ പറയാട്ടോ. ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. സോ ഇതിൽ നമുക്ക് അറിയപ്പെടാവുന്ന എന്തെങ്കിലും വാക്കുകളുണ്ടോ? ക്യാപിറ്റൽ എന്താണെന്ന് നമുക്കറിയാം, എവിടെയോ കേട്ടിട്ടുണ്ട് ക്യാപിറ്റൽ. ഔട്ട്പുട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഔട്ട്പുട്ട്? ഔട്ട്പുട്ട് പുറത്തേക്ക് വരുന്ന ഒരു സാധനം, അതൊരു പ്രൊഡക്റ്റ് ആയിരിക്കാം, അതൊരു റിസൾട്ട് ആയിരിക്കാം. നിങ്ങൾ സിവിൽ സർവീസ് പഠിക്കുന്നതിന്റെ ഔട്ട്പുട്ട് എന്താണ്? നിങ്ങളൊരു സിവിൽ സർവന്റ് ആയിട്ട് മാറും. ദെൻ റേഷ്യോ A/B എന്തിനോ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ ഇൻക്രിമെന്റൽ. എന്താ ഇൻക്രിമെന്റലിന്റെ അർത്ഥം? ഇൻക്രിമെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ഇൻക്രിമെന്റ് ചെയ്യുക, കൂടുക, അഡീഷണൽ. എക്കണോമിക്സിൽ ഇൻക്രിമെന്റലിനെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് മറ്റൊരു പേര് കൂടി വിളിക്കും, മാർജിനൽ. ഓക്കെ, സോ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അഡീഷണൽ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഒരു അഡീഷണൽ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്യും? എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. എക്സാമ്പിളിലൂടെ പറയാം. അതായത് ഈ ഒരു ക്ലാസ് റൂം, ഞാനൊരു ക്ലാസ് റൂമിലാണ് ഇരിക്കുന്നത്. ഈ ഒരു ക്ലാസ് റൂമിൽ 30 സ്റ്റുഡൻസിന് ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. നമ്മളുടെ എക്കണോമിക്സിലൊക്കെ പഠിക്കുന്ന മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അതായത് ഈ ഒരു ക്ലാസ് റൂമിൽ 30 സ്റ്റുഡൻസിന് ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ
എന്റെ ക്ലാസ്സിൽ ആകെ 25 സ്റ്റുഡൻസേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാനാണ് അനന്ത IAS അക്കാഡമി നടത്തുന്നതെന്ന് വിചാരിക്കുക. 25 സ്റ്റുഡൻസേ ഉള്ളൂ. അപ്പോ 26ാമത്തെ സ്റ്റുഡൻസ് എന്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് അനന്ത IAS അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന എക്സ്പെൻസ് എന്താണ്? എക്സ്പെൻസ് 0 ആണ്. കാരണം എന്താണ്? അഡീഷണൽ ആയിട്ട് ഞാൻ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് ഫെസിലിറ്റി ഇവിടെ ഉണ്ട്, എന്നെ കേൾക്കാനായിട്ട് അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. 30 സ്റ്റുഡൻസിനെ വരെ ഒരു ക്ലാസ്സിൽ എനിക്ക് അക്കോമഡേറ്റ് ചെയ്യാം. പക്ഷെ 25 പേരെ ഇപ്പോൾ ഉള്ളൂ. 26ാമത്തെ സ്റ്റുഡന്റ് വന്നാലും 27ാമത്തെ സ്റ്റുഡന്റ് വന്നാലും 28ാമത്തെ സ്റ്റുഡന്റ് വന്നാലും എന്താണ്, നമ്മളുടെ ഈ അക്കോമഡേഷന് എനിക്ക് ചെലവാകുന്ന തുക 0 ആണ്. എന്നാൽ 30 സ്റ്റുഡൻസ് അക്കോമഡേറ്റ് ചെയ്തിരിക്കുകയാണ്. ക്ലാസ് ഫുള്ളി ഫിൽഡ് ആണ്. 30 സ്റ്റുഡൻസ് അക്കോമഡേറ്റ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് 31ാമത്തെ സ്റ്റുഡൻസിനെ എനിക്ക് അക്കോമഡേറ്റ് ചെയ്യണം. എന്റെ ക്ലാസ്സിൽ 30 സ്റ്റുഡന്റ്, അതായത് മാക്സിമം കപ്പാസിറ്റിയിൽ എന്റെ ക്ലാസ് നിൽക്കുകയാണ്. നെക്സ്റ്റ് ഒരു സ്റ്റുഡന്റിനെ അക്കോമഡേറ്റ് ചെയ്യണം എനിക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്റെ എക്സ്പെൻസ് എന്താണ്? 30 വരെ എനിക്ക് നോർമലി പോകുന്ന കോസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ 31ാമത്തെ സ്റ്റുഡന്റിനെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെലവ് വരും? അദ്ദേഹത്തിന് ഇരിക്കാനായിട്ട് ചിലപ്പോൾ കസേര വാങ്ങിച്ചു കൊടുക്കണം. കസേരയ്ക്ക് ഒരു 250 രൂപയാകുമെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന്റെ ഇരിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഒരു ഫാൻ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിന് എനിക്ക് അഡീഷണൽ കോസ്റ്റ് വരും. ചിലപ്പോൾ ഈ ക്ലാസ് റൂമിൽ ഇരിക്കാൻ പറ്റില്ല 31ാമത്തെ ആൾക്ക്. ചിലപ്പോൾ അപ്പുറത്തെ ക്ലാസ്സിലേക്ക് എനിക്ക് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. സോ അപ്പുറത്തെ ക്ലാസ് റൂം റെന്റിന് എടുക്കണമെങ്കിൽ ചിലപ്പോൾ എനിക്ക് അഡീഷണൽ കോസ്റ്റ് വരും. ഇങ്ങനെ ഒരു ആളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ്, അഡീഷണൽ കോസ്റ്റിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ഇൻക്രിമെന്റൽ കോസ്റ്റ് ഓർ സിംപ്ലി മാർജിനൽ കോസ്റ്റ്. ഒരു അഡീഷണൽ ആളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് അനന്ത IAS അക്കാഡമിക്ക് ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ്. അത് 26ാമത്തെ സ്റ്റുഡന്റ് മുതൽ 30ാമത്തെ സ്റ്റുഡന്റ് വരെ എന്തായിരുന്നു? 0 ആയിരുന്നു. എനിക്ക് വലിയ ചെലവുകളൊന്നുമില്ല, അവർ അക്കോമഡേറ്റ് ചെയ്ത് അങ്ങോട്ട് പോകാം. എന്നാൽ 31ാമത്തെ സ്റ്റുഡന്റ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? എനിക്ക് അഡീഷണൽ ഇൻക്രിമെന്റൽ കോസ്റ്റ് കൂടി, വിച്ച് മീൻസ് മാർജിനൽ കോസ്റ്റ് കൂടി. ഇതുപോലെ ഔട്ട്പുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തോരം ക്യാപിറ്റലുകൾ യൂട്ടിലൈസ് ചെയ്യണം? ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ, വിച്ച് മീൻസ് അഡീഷണൽ ക്യാപിറ്റൽ എന്തോരം ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യണം? അതിനെയാണ് ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ഇതെന്തിനാ ഇവിടെ പറയുന്നത്? അതായത് നിങ്ങൾ ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതായത് നിങ്ങളൊരു നമ്മളുടെ എവിടെയാണ്, പാളയം ജംഗ്ഷനിൽ അല്ലെങ്കിൽ കുറവങ്കോണം ജംഗ്ഷനിൽ നിങ്ങളൊരു തട്ടുകട ഇട്ടിരിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. തട്ടുകട, നമ്മളുടെ ദോശയുടെ തട്ടുകട ഇട്ടിരിക്കുന്ന ആളാണ്. നിങ്ങൾ ഒരു കിലോ ദോശമാവ് കൊണ്ട് 50 ദോശ ക്രിയേറ്റ് ചെയ്യും. 1 കിലോ ദോശമാവ് കൊണ്ട് നിങ്ങൾ 50 ദോശ അടിച്ചിട്ട് ആളുകൾക്ക് കൊടുക്കും. വേറൊരു പണിക്കാരൻ 1 കിലോ ദോശമാവ് കൊണ്ടിട്ട് എന്ത് ചെയ്യും? 60 ദോശ അടിച്ചുകൊണ്ട് ആളുകൾക്ക് കൊടുക്കും. 60 ദോശ. ആരാണ് എഫിഷ്യന്റ്? 60 ദോശ അടിക്കുന്നവനല്ലേ എഫിഷ്യന്റ്? അതേപോലെ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. സോ ദോശക്കടയിൽ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഔട്ട്പുട്ട് എന്താണ്? ദോശ. 60 ദോശ അടിക്കുന്ന ആള് എഫിഷ്യന്റ്. കുറവ് ക്യാപിറ്റൽ കൊണ്ട്, കുറവ് ദോശമാവ് കൊണ്ട് അദ്ദേഹം 60 ദോശ അടിച്ചു കൊടുത്തിരിക്കുകയാണ്. വൈകുന്നേരമാണ്, ദോശ കഴിക്കാനായിട്ടുള്ള ഒരു ത്വരയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ദോശയുടെ എക്സാമ്പിൾ എടുത്തത്. ഓക്കെ, സോ 1 കിലോ ദോശമാവ് കൊണ്ട്, ക്യാപിറ്റൽ കൊണ്ട് അദ്ദേഹം 60 ദോശ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ എന്താണ് ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ? അതായത് മാർജിനൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കുറവാണ്. സോ ക്യാപിറ്റലിന്റെ എഫിഷ്യൻസിനെയാണ് ഈ മാർജിനൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഓർ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഡിസൈഡ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ സിംപ്ലി ഇറ്റ് മീൻസ് മോർ ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദ സെയിം എമൗണ്ട് ഓഫ് അഡീഷണൽ ഔട്ട്പുട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല, അത് എക്കണോമിക്സിന്റെ ഡെഫിനിഷൻ ആണ്, വിട്ടുകളാണ്. അതായത് 1 കിലോ ദോശമാവ് കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ 50 ദോശ ഉണ്ടാക്കുന്ന ഒരാള് 1 കിലോ ദോശമാവ് കൊണ്ട് ഒരാൾ 60 ദോശ ഉണ്ടാക്കുന്നു. സോ ഓരോ അഡീഷണൽ ദോശ ഉണ്ടാക്കാനായിട്ടും എന്താണ് ഒരാൾക്ക് ചെലവാകുന്ന ക്യാപിറ്റൽ.
സോ അത് കുറഞ്ഞിരുന്നാലാണോ നല്ലത്? ഇപ്പോൾ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കുറഞ്ഞിരുന്നാലാണോ കൂടിയിരുന്നാലാണോ നല്ലത്? കുറഞ്ഞിരുന്നാലാണ് നല്ലത്. വിച്ച് മീൻസ് എഫിഷ്യൻസി ആണ് കാണിക്കുന്നത്. മനസ്സിലായോ? then we move to എന്താണ് ഈ ഒരു ഡിസ്കഷൻ. അതായത് നമ്മളുടെ ഇന്നത്തെ ആർട്ടിക്കിളിലെ സെക്കൻഡ് പാരഗ്രാഫ്, സെക്കൻഡ് അല്ല ഫസ്റ്റ്, സെക്കൻഡ് തേർഡ് പാരഗ്രാഫ് ഓൺ പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ്. അതാണ് ഞാനിവിടെ ഈ ഒരു പേപ്പർ കട്ടിങ്ങിൽ ആഡ് ചെയ്തിരിക്കുന്നത്, സ്ലൈഡിന്റെ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്തിരിക്കുന്നത്. സോ ദ ICOR, incremental capital output ratio, is a reflection of how efficiently capital is used. ചോദ്യമായി കൂടെ, which of the following with reference to the term incremental capital output ratio? Consider the correct statement. Which of the following statements are correct related to incremental capital output ratio? ചോദിച്ചോടെ, incremental capital output ratio is to determine to how efficiently the capital is used. Capital എന്തോരം efficient ആയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ചിന്തിച്ചൂടെ? ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് അവർക്ക് ഫ്രെയിം ചെയ്യാലോ. ഹയർ incremental capital output ratio means higher efficient. ആണോ? ഹൈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എഫിഷ്യന്റ് ആണോ? അല്ല. ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഏറ്റവും ചെറുതായിരിക്കണം, എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഏറ്റവും ലിമിറ്റഡ് ആയിരിക്കണം. സോ ഇന്ത്യയുടെ ആവറേജ് ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൌണ്ട് 6 ആണ്. 6% ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 4% അല്ലെങ്കിൽ 4.5% എത്താൻ പറ്റി കഴിഞ്ഞാൽ ഇന്ത്യ ബെസ്റ്റ് ആവും. സോ ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ റേറ്റ്, ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ റേറ്റ് ഒരു 37 എത്തുകയും നമ്മളുടെ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കണ്ടുപിടിക്കുന്നത്, അതൊന്നും മനസ്സിലാക്കണ്ട, ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കണ്ടുപിടിക്കുന്നത് നമ്മളുടെ എന്താണ്, ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ ഡിവൈഡഡ് ബൈ എന്താണ്, എനിക്ക് തോന്നുന്നു റിയൽ GDP ആണ് ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കണ്ടുപിടിക്കുന്നതിനുള്ള ഡെഫിനേഷൻ വരുന്നത്. ലീവ് ഇറ്റ്, അതൊന്നും മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. സോ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്താണെന്ന് ഓർത്തിരിക്കുക. ചോദിക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്, പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ട് എനിക്കത് വിട്ടുകളയാനായിട്ട് തോന്നിയില്ല. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ചോദിച്ചതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക, ആ പേരിൽ നിന്നൊന്ന് മനസ്സിലാക്കുക. ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ അതെന്താണ്? എഫിഷ്യൻസിയെ, ക്യാപിറ്റൽ ഫോർമേഷന്റെ എഫിഷ്യൻസിയെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ എന്താണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റുകളുടെ എഫിഷ്യൻസി ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ വെച്ചിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അടുത്തത് ഏതാണ്? ഈ ഒരു ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നെക്സ്റ്റ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണ്? ഇന്ത്യയുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റുകളും ഉണ്ട്, ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റുകളും ഉണ്ട്. നമ്മളുടെ NH-66 ദേശീയപാത പണി നടക്കുന്നത് ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലേ? അത് ഇന്ത്യയുടെ GDP-യുടെ ഭാഗമല്ലേ? സോ നോർമലി നോക്കുകയാണെങ്കിൽ നമ്മളുടെ എന്താണ് ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷനിൽ ഒരു 25% ഓഫ് GDP നടക്കുന്നത് എവിടെ നിന്നാണ്? നമ്മളുടെ ഗവൺമെന്റ് സെക്ടേഴ്സിൽ നിന്നാണ്. ഓക്കെ, സോ ഗവൺമെന്റ് ആണ് കൂടുതൽ ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൂടിയിട്ട് നമുക്ക് വേണം. അങ്ങനെ ഗവൺമെന്റും പ്രൈവറ്റും കൂടി കൂട്ടിയിട്ട് ഒരു 37% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ബെറ്റർ ആയിട്ട് ഇന്ത്യയുടെ പൊട്ടൻഷ്യൽസ് നിർണ്ണയിക്കാനായിട്ട് പറ്റുക. സോ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മളുടെ ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷനും ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയും കൂടി ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ ഗ്രോത്ത് കിട്ടും. സോ എഫിഷ്യന്റ് ആയിരിക്കുക, ക്യാപിറ്റൽ ഫോർമേഷൻ നടക്കുന്നു, അതിനെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഗ്രോത്ത് റേറ്റ് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു പൊട്ടൻഷ്യൽ ഗ്രോത്ത് റേറ്റിലേക്ക് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം. ആ ഒരു പൊട്ടൻഷ്യൽ ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് മെയിൻസ് പെർസ്പെക്റ്റീവിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് വേണം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുകൾ വേണം. ദെൻ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും? ഗവൺമെന്റിന്റെ ഇടപെടൽ കുറയ്ക്കണം, എന്താണ് ലിബറലൈസ് ചെയ്യണം. അങ്ങനെയുള്ള ഡിഫറെന്റ് കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാനായിട്ട് സാധിക്കും. സോ ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. സമയത്തിന്റെ പരിമിതിയുണ്ട്, ലിമിറ്റ് ചെയ്യുകയാണ് ഡിസ്കഷൻ. സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു എന്താണ്? സവാൽകോട്ട് ഹൈഡ്രോ പവർ പ്രോജക്ട്. സവാൽകോട്ട് ഹൈഡ്രോ പവർ പ്രോജക്ട് നമ്മൾ മുന്നേയും പറഞ്ഞിട്ടുണ്ട്.
എവിടെയാണ്? നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് ഇന്ത്യ നമ്മളുടെ എന്തിൽ നിന്ന് പിന്മാറി, അല്ലെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്തിൽ നിന്ന് പിന്മാറി? ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയി. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, സവാൽകോട്ട് ഹൈഡ്രോ പവർ പ്രൊജക്ട് നമ്മൾ റീഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. സോ 1984 മുതൽ നമ്മൾ പണിയാൻ ആഗ്രഹിക്കുന്ന, ചെനാബ് റിവറിൽ പണിയാൻ ആലോചിക്കുന്ന ഒരു പ്രപ്പോസ്ഡ് ഡാം പ്രൊജക്ട് ആണ് സവാൽകോട്ട് ഹൈഡൽ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ റൺ ഓവർ ഡാം. റൺ ഓവർ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ എന്താണ്, മുല്ലപ്പെരിയാർ ഡാം പോലെ നമ്മളുടെ വെള്ളത്തിന് മീതെ അണക്കെട്ട് കെട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തുകയല്ല ചെയ്യുന്നത്. പകരം എന്ത് ചെയ്യും? വെള്ളം ഒഴുകി പോകുമ്പോൾ അതിന്റെ മീതെ ചെറിയ ചെറിയ എന്ത് കൊടുക്കും? ഹൈഡൽ എനർജി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ വെച്ച് കൊടുക്കും. സോ റൺ ഓവർ ഡാം ആണ്, വെള്ളത്തിന്റെ ഗതിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ല, റൺ ഓവർ ഡാം ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളുടെ ഈ എന്താണ്, നമ്മളുടെ പെഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യ പിന്മാറിയിട്ട് പറഞ്ഞു ഞങ്ങൾ സവാൽകോട്ട് ഹൈഡ്രോ പവർ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സോ അതിന്റെ ഒരു ഡിസ്കഷൻ ആണ് സെക്കൻഡ് എഡിറ്റോറിയലിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഓപ്പൺ എഡിറ്റോറിയൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്പൺ എഡിറ്റോറിയൽ അല്ല, ടെക്സ്റ്റ് ആൻഡ് കോണ്ടാക്ട് സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? ദി അലൈൻമെന്റ് ഓഫ് പാക് അഫ്ഗാനിസ്ഥാൻ റിലേഷൻ. സോ ഇന്നലെ പറഞ്ഞത് കാര്യം, ഡർനാഡ് ലൈനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രോബ്ലമാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം. അഫ്ഗാനിസ്ഥാന്റെ പ്രതിനിധികൾ ഇന്ത്യയിലുണ്ട്. ഫസ്റ്റ് ഓപ്പൺ എഡിറ്റോറിയൽ അല്ല, എഡിറ്റോറിയൽ. ഓക്കെ, ഈ അഫ്ഗാനിസ്ഥാൻ റിലേഷൻ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷനാണ്. ഇന്നലെ ഡിസ്കസ് ചെയ്തത് കൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഡിസ്കഷനിലേക്ക് പോകാൻ. ദെൻ അഫ്ഗാനിസ്ഥാന്റെ പ്രതിനിധികൾ മാത്രമല്ല ഇന്ത്യയിലുള്ളത്, വേറെ ആരുകൂടിയുണ്ട്? നമ്മളുടെ കാനഡയുടെ പ്രതിനിധികൾ കൂടിയിട്ട് ഇന്ത്യയിലുണ്ട്. കനേഡിയൻ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിലുണ്ട്. സോ പ്രൈം മിനിസ്റ്ററെ മീറ്റ് ചെയ്തതിന്റെ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു ഡിസ്കഷനൊക്കെ നിങ്ങളുടെ ന്യൂസിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്ത്യ കാനഡ റിലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി. അതിലേക്ക് നിങ്ങളുടെ ചിന്ത പോകണം, റിവിഷൻ പോകണം. എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? 5 ഹെഡ്സിലേക്ക് ഇന്ത്യ കാനഡ റിലേഷൻസിനെ നിങ്ങൾ ലിമിറ്റ് ചെയ്യണം. സോ ആദ്യം സ്ലൈഡ്സ് എടുക്കാൻ പോകാണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മൈൻഡിനോട് ചോദിക്കണം 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങളിൽ എനിക്ക് 1-2 പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടെങ്കിൽ ലീവ് ചെയ്തേക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കണമെങ്കിൽ വായിച്ച് നോക്കുക. അത്രയും നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളൂ. സോ നമ്മളുടെ മാർക്ക് കാണിയെ എങ്ങടേക്ക് വിളിക്കുന്നു? ഇന്ത്യയിലേക്ക് വിളിക്കുകയാണ്. നമ്മളുടെ AI സബ്മിറ്റ് കണ്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ AI സബ്മിറ്റിൽ പങ്കെടുക്കാനായിട്ട് പ്രധാനമന്ത്രി വിളിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇന്ത്യ വിളിക്കുകയാണ്. ഇന്ത്യയും കനേഡിയൻ കൗണ്ടർ പാർട്ടും തമ്മിൽ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചിട്ടാണ്? G7 സബ്മിറ്റ് കാനഡയിൽ നടന്നു, മോൺട്രിയാലിൽ നടന്നു. അദ്ദേഹം നമ്മളുടെ മോദിജി എങ്ങടേക്ക് പോയി? കാനഡയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ അവിടെ അവർ മീറ്റ് ചെയ്ത ആളുകളാണ്. ദെൻ ഇന്ത്യയിലെ AI സബ്മിറ്റ് നടക്കുമ്പോൾ, ന്യൂഡൽഹിയിൽ നടക്കുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ആരെ വിളിച്ചിരിക്കുന്നു? മാർക്ക് കാണിയെ ഇന്ത്യ വിളിച്ചിരിക്കുകയാണ്. ഓക്കെ, സോ ഇതാണ് ഇന്ത്യ കാനഡ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് ന്യൂസിൽ വന്ന ഒരു ഡിസ്കഷൻ. ദെൻ ഓഫ് കോഴ്സ് എന്താണ്? നൊബേൽ പ്രൈസുമായി ബന്ധപ്പെട്ടിട്ട് 3 ആളുകൾക്ക് എന്ത് കൊടുത്തിരിക്കുകയാണ്? നമ്മളുടെ എക്കണോമിക്സിലുള്ള നൊബേൽ സമ്മാനം കൊടുത്തിരിക്കുകയാണ്. എന്തിനാണ്, എന്ത് സംഭാവനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു നൊബേൽ സമ്മാനത്തിന് അർഹരായിരിക്കുന്നത്? 3 പേരും 3 ഡിഫറെന്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇതിലൊരു കോമ്പിനേഷൻ കൂടിയുണ്ട്. ജോയൽ മോക്കിർ, ഫിലിപ്പെ ആംഗിയോൺ ആൻഡ് പീറ്റർ ഹോവിറ്റ്. ഈ 3 പേർക്കുമാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? നൊബേൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം? 3 ഡിഫറെന്റ് കണ്ടുപിടുത്തങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ഇതിനെ 3നെയും കൂടി ഒരു കണ്ടുപിടുത്തത്തിലേക്ക് നമുക്ക് ലിമിറ്റ് ചെയ്യാം. UPSC പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്കഷൻ, ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട, UPSC പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്കഷൻ. ഹൗ ഇന്നോവേഷൻ ക്യാൻ ലീഡ് ടു സസ്റ്റെയിൻഡ് ഗ്രോത്ത് എന്നുള്ളതാണ് ജോയൽ മോക്കിറിന്റെ ഒരു കണ്ടുപിടുത്തം, അല്ലെങ്കിൽ ജോയൽ മോക്കിറിന്റെ ഒരു സജഷൻസ് എന്ന് പറയുന്നത്. അതായത് ഡിസ്ട്രക്റ്റീവ് ഗ്രോത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് കൺസ്ട്രക്ഷനിസം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് എന്താണ്, ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വരികയാണ്. ഫോർ എക്സാമ്പിൾ, എന്താ എക്സാമ്പിൾ നിങ്ങളോട് പറയാം?
ഐഫോൺ പുറത്തേക്ക് വരിക, അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ പുറത്തേക്ക് വരികയാണ്. സ്മാർട്ട് ഫോൺ പുറത്തേക്ക് വരുമ്പോൾ എന്താ ഗുണം? സ്മാർട്ട് ഫോൺ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളുടെ ടെലിഫോണുകൾ ഉണ്ടായിരുന്നു. പണ്ട് എന്റെയൊക്കെ വീട്ടിൽ നമ്മളുടെ ഒരു കേബിൾ ലൈൻ വലിച്ചിട്ട് ഒരു ടെലിഫോൺ ഉണ്ടാകും. അവിടെ നമുക്ക് നമ്പർ കുത്തിയിട്ട് വിളിക്കാം. 0484 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കോഡുകൾ അടിച്ചിട്ട് നമുക്ക് ആളുകൾ വിളിക്കണമെങ്കിൽ ഈ ടെലിഫോൺ ആയിരുന്നു. പക്ഷേ നമ്മളുടെ മൊബൈൽ ഫോണുകൾ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഈ ടെലഫോണിന്റെ കുത്തക തകർന്നു. ടെലഫോൺ പയ്യെ ഇല്ലാതെയായി. സോ ടെലഫോൺ എന്ന് പറയുന്ന കമ്പനി നടത്തിയിരുന്ന ആളുകൾ എന്ത് സംഭവിച്ചു? ഡിസ്ട്രക്ഷൻ സംഭവിച്ച് അവര് ഫീൽഡിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആയിപ്പോയി. അല്ലെങ്കിൽ പണ്ട് CD കടകൾ ഉണ്ടായിരുന്നു. 15 രൂപയ്ക്ക് CD വാടക കിട്ടും. രാവണപ്രഭുവിന്റെ CD ഒക്കെ വാടക കിട്ടും. ഇത് നമ്മള് CD DVD ഡ്രൈവുകളിൽ ഇടണം, എന്നിട്ട് TV കണക്ട് ചെയ്തിട്ട് വാച്ച് ചെയ്യണം. അങ്ങനെയായിരുന്നു. നെറ്റ്ഫ്ലിക്സ് പോലെ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കുറച്ചുകൂടി പ്രാബല്യത്തിൽ വന്നപ്പോൾ എന്ത് പറ്റി? ഇങ്ങനെയുള്ള സാധനങ്ങള് ഫീൽഡ് ഔട്ട് ആയിപ്പോയി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നപ്പോൾ സംഭവിച്ചത്? നമ്മൾ ഇതിന് മുന്നേ ഒരു ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ഇവിടെ കണക്ട് ചെയ്യാനുണ്ട്, എനിക്ക് ഇപ്പോഴാണ് അത് കത്തിയത്. എംഗൽസ് പോസ് എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എംഗൽസ് പോസിൽ എന്താ പറഞ്ഞത്? എംഗൽസ് പോസിൽ പറഞ്ഞത് നമ്മളുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ടൈമില് എന്താണ്, സാധാരണ ആളുകളിലേക്ക് റിയൽ വേജ് ഡെസിമിനേറ്റ് ചെയ്ത് പോയില്ല. അധികാരമുള്ളവരിലേക്ക് അല്ലെങ്കിൽ എന്താണ് ക്യാപിറ്റലിസ്റ്റ് ആളുകളിലേക്ക് മാത്രം എന്ത് ചെയ്തു? ഇതിന്റെ പ്രോഫിറ്റ് അവര് കൈയാടി. ബൂർഷ്വാസികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകളിലേക്ക് മാത്രം പണം കൈയാറുകയും എന്താണ് പണമുള്ളവർ വീണ്ടും പണക്കാരാവുകയും ദരിദ്രർ വീണ്ടും അതിദരിദ്രരാവുകയും ചെയ്യും. ഇതിനെയാണ് എംഗൽസ് പോസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുന്നത്. നമ്മളുടെ ഫെഡറിക് എംഗൽസ്, മാർക്സിന്റെ ഒപ്പം നടന്നിരുന്ന ആള്, എംഗൽസിന്റെ ഒരു എന്താണ് ശിഷ്യൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ പഠിച്ച ഒരാളാണ് ഈ എംഗൽസ് പോസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഓപ്പൺ എഡിറ്റോറിയൽ, കഴിഞ്ഞ ദിവസമല്ല കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഈ നോബൽ സമ്മാനം കിട്ടിയ ആള് പറയുന്നത് ഈ പുതിയ ടെക്നോളജികൾ അല്ലെങ്കിൽ പുതിയ ഇന്നവേഷനുകൾ എന്താണ് നമ്മളുടെ സസ്റ്റൈനബിൾ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. സോ എംഗൽസ് പോസിന് ഒരു കൗണ്ടർ പാർട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്, നമ്മളുടെ ഈ പുതിയ ടെക്നോളജികൾ, പുതിയ ഇന്നവേഷൻസുകൾ എന്തിനു സംഭവിക്കുന്നു, എന്തിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നു? സസ്റ്റൈൻഡ് ഗ്രോത്തിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ജോയൽ മോക്കിർ പറയുന്നത്. ഓക്കെ, സോ ഇദ്ദേഹത്തിന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, എങ്ങനെയാണ് ഈ സസ്റ്റൈനബിൾ ഗ്രോത്തിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പൊ DVD കാലഹരണപ്പെട്ടു. സോ കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്ഷനിസം അല്ലെങ്കിൽ എന്താണ്, ഒരു മേഖല ഡിസ്ട്രക്ഷൻ ആയി പോയി. ആ മേഖല ഡിസ്ട്രക്ഷൻ ആയി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ DVD എന്ന് പറയുന്ന കുത്തക കമ്പനികൾ ഡിസ്ട്രക്ട് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് ഔട്ടായി. എന്നാൽ അവിടെ ഇന്നൊവേഷൻ സംഭവിച്ചു. സോ ഇങ്ങനെ മോണോപോളി ആകുന്നു. ഈ മോണോപോളിയെ തകർക്കുക എന്നുള്ളതാണ് ആരുടെ? ഇന്നൊവേഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ദൗത്യം, അല്ലെ? മോണോപോളിയെ തകർക്കുക എന്നുള്ളതാണ്. സോ ക്യാപിറ്റലിസ്റ്റ് ഫോർമേഷനെ തന്നെ തകർക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇന്നൊവേഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. സോ ഈ ഇന്നൊവേഷനുകൾ നല്ലതാണ്, സസ്റ്റൈനബിൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇന്നൊവേഷനുകൾ നല്ലതാണ് എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ ജോയൽ മോക്ക് പറയുന്നത്. മനസ്സിലായോ ഇന്നൊവേഷനുകൾ എങ്ങനെയാണ്? സോ നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റൊരു പേഴ്സ്പെക്റ്റീവ് ആണ് പഠിച്ചത്. ഇന്നൊവേഷനുകളൊക്കെ കൊള്ളാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകളൊക്കെ കൊള്ളാം, പക്ഷേ അത് എംഗൽസ് പോസിലേക്ക് നയിക്കുന്നു. സാധാരണ ആളുകളിലേക്ക് റിയൽ വേജ് എത്തുന്നില്ല. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്? ജോയൽ മോക്കിർ പറയുന്നത് എന്താണ്? മക്കളെ, ഇന്നൊവേഷനുകൾ നല്ലതാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നല്ലതാണ്, അത് ഗൂഗിളിന്റെ കുത്തകയെ തകർക്കും. ഗൂഗിൾ എന്ന് പറയുന്ന ക്യാപിറ്റലിസ്റ്റിന്റെ മോണോപോളിയെ തകർക്കും. സോ ഇന്നൊവേഷൻസിനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് നിങ്ങൾ കരുതാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നൊവേഷൻ സസ്റ്റൈനബിൾ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നായിട്ട്, എക്കണോമിക്സിലെ സസ്റ്റൈനബിൾ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നായിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ ആ ഒരു പഠന മികവിനാണ് എന്ത് കൊടുത്തത്? നമ്മൾ നൊബേൽ സമ്മാനം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു ഡിസ്കഷനിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്യുക. ഇത് മാത്രമല്ല, 3 ഡിഫറെന്റ് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഒരുപാട് ഇലിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നൊബേൽ കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണും. ലീവ് ഇറ്റ്. ഓക്കെ, ദെൻ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്താണ്? വെനിൻസുല ക്ലോസസ് നോർവേ എംബസി ആഫ്റ്റർ
മെക്കാൻഡോ ഈസ് അവാർഡഡ് നൊബേൽ. മെക്കാൻഡോയ്ക്ക് എന്ത് കൊടുത്തു നമ്മൾ? വെനിൻസുലയിലെ അംഗമായ മെക്കാൻഡോയ്ക്ക് നമ്മൾ എന്ത് കൊടുത്തു? നൊബേൽ സമ്മാനം കൊടുത്തു. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം മെക്കാൻഡോയ്ക്കാണ് നമ്മൾ അവാർഡ് ചെയ്തത്. ഇതിനെതിരെ വെനിൻസുലയിൽ എന്ന് മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എന്തുണ്ടായിരുന്നു? പ്രതിഷേധങ്ങൾ അണപൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോ വെനിൻസുലയിലെ നോർവേ എംബസി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. നോർവേ എംബസിയോട് പറഞ്ഞു നിങ്ങൾ ഇനി പ്രവർത്തിക്കേണ്ട. ഈ നൊബേൽ സമ്മാനം കൊടുത്തതിന്, പീസ് പ്രൈസ് കൊടുത്തതിന് നോർവേ എംബസിക്ക് എന്തിനാണ് പണി കൊടുക്കുന്നത്? നോർവേ എംബസിയോട് അടച്ചുപൂട്ടാൻ പറയുന്നത് എന്തിനാണ്? എന്തായാലും അതിന്റെ ലോജിക്ക് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ടോ? നോർവേ എംബസി എവിടെ കിടക്കുന്നു? നോർമലി നൊബേൽ സമ്മാനം കൊടുക്കുന്ന ആരാണ്? റോയൽ സ്വീഡിഷ് കൗൺസിലാണ്. സ്വീഡിഷ് എംബസി അടച്ചുപൂട്ടിയ പോലെ നോർവേ എംബസി അടച്ചുപൂട്ടുന്നത് എന്തിനാണ്? ഇവിടെയാണ് നൊബേൽ സമ്മാനം കൊടുക്കുന്നതിലെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നോർമൽ നൊബേൽ സമ്മാനങ്ങളോട് കൊടുക്കുന്നത്, അതായത് പീസ് പ്രൈസ് അല്ലാത്ത നൊബേൽ സമ്മാനങ്ങൾ കൊടുക്കുന്നത് റോയൽ സ്വീഡിഷ് കൗൺസിലാണ്. ഓക്കെ, റോയൽ സ്വീഡിഷ് കൗൺസിലാണ്. എന്നാൽ നൊബേലിന്റെ പീസ് പ്രൈസ് അനൗൺസ് ചെയ്യുന്നത് നോർവേ കൗൺസിലാണ്. നോർവേ കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി നോർവേ പാർലമെന്റ് ആണ്. നോർവേ പാർലമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന 7 or 9 മെമ്പേഴ്സ് എന്തോ ആണ് ഈ നോർവേ കൗൺസിലുകളിൽ ഉണ്ടാകുന്നത്. ഈ നോർവേ കൗൺസിലാണ് എന്ത് കൊടുക്കുന്നത്? നമ്മളുടെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൊടുക്കുന്നത്. ബാക്കി എല്ലാ സമ്മാനവും റോയൽ സ്വീഡിഷ് കൗൺസിലാണ് കൊടുക്കുന്നതെങ്കിലും പീസ് പ്രൈസിനുള്ള സമ്മാനം കൊടുക്കുന്നത് ആരാണ്? നോർവേ കൗൺസിലാണ് കൊടുക്കുന്നത്. 9 മെമ്പർ അടങ്ങുന്നത്. സോ സിംപിളി നോക്കുകയാണെങ്കിൽ നോർവേ പാർലമെന്റ് ഡിസൈഡ് ചെയ്യുന്ന ആളുകളാണ് നമ്മളുടെ നൊബേൽ പീസ് പ്രൈസ് ഇഷ്യൂ ചെയ്യുന്നത്, അനൗൺസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇവന്മാര് കയറിയിട്ട് നോർവേ എംബസി, വെനിൻസുലയിലെ നോർവേ എംബസി അടച്ചുപൂട്ടിക്കൊള്ളണം എന്ന് പറഞ്ഞ് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നോർവേയിൽ നടക്കുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. ചിലപ്പോ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്തത്. UPSCയുടെ പ്രിലിംസിലൊന്നും ചോദിക്കാനായിട്ടുള്ള സാധ്യതയില്ല എന്നല്ല, ചോദിക്കത്തില്ല. ഓക്കെ, പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നിങ്ങളോട് പറയാനാണ് എന്ന് തോന്നി. നൊബേൽ സമ്മാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഡിസ്കഷനുകൾ നടന്നത് കൊണ്ട് ഈ ഒരു ഫാക്ട് കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്തത്. ഓക്കെ.